പറഞ്ഞതുപോലെ ഞെട്ടിച്ചു ട്രംപ്. അധികാരമേറ്റെടുത്തു. 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞത്. 100ഒന്നും ആയില്ല, 78 മറ്റോ ആണ് ഒപ്പിട്ടത്. അതിൽ നല്ല ശതമാനം ബൈഡൻ ട്രംപ് വിജയിച്ചതിന് ശേഷം ഒരു പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി ഇട്ട ചില ഉത്തരവുകൾ ക്യാൻസൽ ചെയ്തായിരുന്നു. പക്ഷേ ലോകാരോഗ്യ സംഘടന കാശ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ആഗോള താപനം അത് ചുമ്മാ ബോഷ്കാണെന്ന് പറഞ്ഞു. പാരീസ് ഉടമ്പടി പിന്മാറുമെന്ന് പറഞ്ഞു. ക്യാപിറ്റോൾ ആക്രമണം പ്രതികളെ വിട്ടയച്ചു. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സേനയെ അയച്ചു. പൗരത്വത്തിൻ്റെ കാര്യത്തിൽ 14-ാം ഭരണഘടനാ ഭേദഗതിയുടെ വ്യവസ്ഥകൾ തിരുത്താൻ തയ്യാറാവുന്നു. എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു. അതിനെതിരെ 18 ഡെമോക്രാറ്റ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ കോടതി പോവാണ്. അപ്പം ലോകത്തെ ആകെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ പറഞ്ഞതുപോലെ ട്രംപ് കൊണ്ടുവന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ കാര്യത്തിൽ എക്കാലത്തും ഒരു ദുരൂഹത അവശേഷിപ്പിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യ ദൗത്യങ്ങൾ, അമേരിക്കയുടെ പക്കൽ ഈ പറക്കും തളിക ഇത് അമേരിക്കയിലുണ്ട്, ഏലിയൻസ് വന്നവരെ അമേരിക്ക കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അമേരിക്കയുടെ പരസ്യപ്പെടുത്തിയ കാര്യങ്ങളെപ്പോലെ തന്നെ പരസ്യപ്പെടുത്താത്ത, ഡീക്ലാസിഫൈ ചെയ്യാത്ത ഒരുപാട് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസും ഉണ്ട്. നമ്മൾ ചൈനയെക്കുറിച്ച് പറയും ഉരുക്കുമറ, ഇരുമ്പുമറ എന്നുള്ളത്. പക്ഷേ ജനാധിപത്യം പറയുന്ന അമേരിക്കയിലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിളായിട്ടുള്ള അയൺ വാൾസ് ഉണ്ട്. അതുകൂടി തുറക്കാൻ അത്തരം ഇരുണ്ട ഗർത്തങ്ങൾ തുറന്ന് അലമാരകളിൽ പൊടിപിടിച്ചിരിക്കുന്ന പ്രേതങ്ങളെയും നരിച്ചീറുകളെയും കുട്ടിച്ചാത്തന്മാരെയും മറുതകളെയൊക്കെ തുറന്നുവിടാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണോ എന്നൊരു സംശയം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന കെന്നഡി എങ്ങനെ കൊല്ലപ്പെട്ടു? എബ്രഹാം ലിങ്കൻ്റെ അസാസിനേഷൻ മുതൽ കോൺസ്പിറസി തിയറികളുണ്ട്. അത്തരമൊരു വലിയ കോൺസ്പിറസിയുടെ രഹസ്യം പുറത്തുവിട്ട് ലോകത്തെ ഞെട്ടിക്കാൻ കൂടി പോവുകയാണ് ട്രംപ് എന്ന് കേൾക്കുന്നു. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ജോൺ എഫ് കെന്നഡിയുടെ മരണത്തിൻ്റെ ഈ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഫയൽസൊക്കെ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സഹോദരൻ റോബർട്ട് കെന്നഡി, അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്, ഈ കേസുകളിലേക്ക് ഈ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ഫയലുകളെല്ലാം പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ജോൺ എഫ് കെന്നഡി ഇടവധത്തിൻ്റെ ഈ എന്തുകൊണ്ട് അതിങ്ങനെ മൂടി വച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയിൽ വലിയ ചർച്ചയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ CIA എന്തെങ്കിലും പങ്കുണ്ടോ, അതിന് കെന്നഡിക്ക് ശേഷം വന്ന ലിൻഡൻ ബി ജോൺസൺ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് പങ്കുണ്ടോ, ഇങ്ങനെ ധാരാളം സംശയങ്ങൾ ഈ കെന്നഡി വധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം കെന്നഡിയെ കൊന്നത് ലീ ഹാർവേ ഓസ്വാൾഡ് എന്ന് പറഞ്ഞ പഴയ മറൈൻ ആണ്, അമേരിക്കയുടെ നാവികസേനാംഗമാണ്. അയാൾ ജീവിതം മൊത്തത്തിൽ നോക്കിയാൽ അത്ര ശരിയുള്ള ആളല്ലായിരുന്നു. കാരണം 12 സ്കൂളിൽ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ സ്കൂളിലും എന്തെങ്കിലും കുഴപ്പമൊക്കെ കാണിക്കും. അവിടെ നിന്ന് ടീസ് കൊടുത്തു വിടും. ഈ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കൊന്നിടും എന്നൊക്കെ പറയുന്ന ഇന്നത്തെ തലമുറയുടെ അന്നത്തെ പ്രതിനിധിയാണ്. അങ്ങനെ പുറത്താക്കും. അത് കഴിഞ്ഞ് ഇയാൾ സോവിയറ്റ് യൂണിയനിൽ പോയി. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് വിവാഹമൊക്കെ ചെയ്തത്. തിരിച്ച് ഇയാൾ വന്നു. തിരിച്ചു വന്നിട്ട് ആണ് ഈ ഡാലസിൽ വെച്ച് ടെക്സസ് ബുക്ക് ഡിപ്പോസിറ്ററിയുടെ 6ാം നിലയിൽ നിന്നാണ് ഇദ്ദേഹം ലിമോസിനിലിരിക്കുകയാണ്, വണ്ടിയിൽ. അതെ, ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചതാണ് മുമ്പൊരിക്കൽ കെന്നഡി വധത്തെക്കുറിച്ച്. അതായത് ഇയാൾ വളരെ ഷാർപ്പ് ഷൂട്ടറായിരുന്നു, വളരെ കാൽക്കുലേറ്ററായിരുന്നു. ഞാൻ ഏത് സമയത്ത് വെടിവെച്ചാൽ ഈ കാറ് അതിലേക്ക് പാസ് ചെയ്തു പോകും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി പുറപ്പെടും മുമ്പേ വെടിവെച്ചു. എത്ര സെക്കൻഡ് കൊണ്ട്, സെക്കൻഡിൻ്റെ എത്ര സെക്കൻഡല്ല, എത്ര സെക്കൻഡിൻ്റെ എത്ര ഭാഗം കൊണ്ട് എത്തും, അതിൻ്റെ വേഗതയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെടിവെച്ച അത്ര ശാസ്ത്രീയമായ ഒരു ഷൂട്ടറായിരുന്നു ഇയാളെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ വല്ലതൊക്കെ ഉണ്ട്. അങ്ങനെ ആണ് ഇയാൾ 6ാം നിലയിൽ നിന്നാണ് വെടിവെക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ JD ടിപ്പിറ്റ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനെയും കൊല്ലുന്നുണ്ട്. ഈ ടിപ്പിറ്റിനെ കൊന്ന കേസിലാണ് ഇയാളെ പിടിക്കുന്നത്, അല്ലാതെ കെന്നഡിയെ കൊന്നതിനല്ല ഇയാളെ പിടിക്കുന്നത്. കൈയോടെ അന്നേരം പിടിക്കപ്പെട്ടില്ല. ഇല്ല, അത് അവിടെ തന്നെ താഴെ ഉണ്ടായിരുന്ന ടിപ്പിറ്റ് എന്ന് പറഞ്ഞ പോലീസുകാരനെ കൊന്നതിനാണ് പിടിക്കുന്നത്. എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെന്നഡിയെ കൊന്നിട്ട് 2ാമത്തെ ദിവസം ഇയാളെ ഡാലസിലെ സ്ട്രിപ്പ് ക്ലബില്ലേ, നഗ്ന നൃത്തം ഒക്കെ നടത്തിക്കുന്ന ക്ലബ്ബ്, അതിൻ്റെ ഉടമസ്ഥൻ ജാക്ക് റൂബി കൊന്നുകളഞ്ഞു ഓസ്വാൾഡിനെ. അപ്പോൾ
കൊലപാതകി തന്നെ ഇല്ലാതായില്ലേ ഘാതകൻ, അതും ദുരൂഹമാണല്ലോ. ജാക്ക് റൂബി എന്ന് പറഞ്ഞ ആള്, അയാളുടെ ഫയലും കൂടി പുറത്തുവിടാനുണ്ട്. കാരണം അയാളുടെ ഫയലും രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് നാഷണൽ ആർക്കൈവ്സ്. നാഷണൽ ആർക്കൈവ്സ് ഇപ്പോൾ ആർഗ്യൂ ചെയ്യുന്നത് ഈ പ്രസിഡന്റിനൊന്നും അധികാരമില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫയൽ ചോദിക്കാൻ, പുറത്തുവിടാൻ പറയാൻ എന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ട്രംപ് വിചാരിച്ചാലും ഞങ്ങളൊന്നും പുറത്തു വിടില്ല, അതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് CIA, പെൻറ്റഗൺ, വിദേശ കാര്യവകുപ്പ് ഇവരെല്ലാം കൂടി സമ്മതിച്ച് വേണം പുറത്തുവിടാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റോബർട്ട് F. കെന്നഡി ജൂനിയർ ഇപ്പോൾ ആരോഗ്യ സെക്രട്ടറിയാണ്, ട്രംപ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള ഈ നരേറ്റീവ് ഉണ്ടല്ലോ കെന്നഡി വധത്തിനെ പറ്റി, അത് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ രേഖകൾ മുഴുവൻ പുറത്തുവിടണം എന്ന് അദ്ദേഹം ആ കുടുംബത്തിൽ നിന്നുള്ള ആളും ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൊലപാതകം നടന്ന 1963 നവംബർ 22-നാണ് കെന്നഡിയെ കൊന്നത്. കാത്തലിക് ആയ പ്രസിഡൻ്റാണ്. ബൈഡനും കാത്തലിക് ആയിരുന്നു, അല്ലാതെ അവിടെ കാത്തലിക് ഒന്നും പ്രസിഡന്റ് സാധാരണഗതിയിൽ ആകാറില്ല. അങ്ങനെ ഒരു വശം കൂടി ഉണ്ടല്ലേ. ട്രംപ് കാത്തലിക് അല്ല. അല്ലല്ല, ചുമ്മാതല്ല മാർപ്പാപ്പ പറഞ്ഞത് ട്രംപ് ക്രിസ്ത്യാനിയല്ല. അതെ, മാർപ്പാപ്പ ഒരു യാത്രയിൽ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ ട്രംപിനെ. അപ്പോൾ ഈ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4700 രേഖകൾ ഇപ്പോൾ പുറത്തു വരാതെ മൂടി വെച്ച് കിടപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ലീ ഹാർവേ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണിത് ചെയ്തതെന്ന് 38% അമേരിക്കക്കാരെ വിശ്വസിക്കുന്നുള്ളൂ. സർവേകളിൽ ഇപ്പം നടന്ന സർവേയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അനന്തരവനാണ് റോബർട്ട് F. കെന്നഡി, അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ബൈഡൻ ഇത് റിലീസ് ചെയ്യാത്തതിൽ ട്രംപ് ബൈഡനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ബൈഡൻ ഇത് റിലീസ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മേരി ഫെറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്തു വിടണം എന്ന് ആവശ്യപ്പെടുന്നൊരു ഫൗണ്ടേഷൻ തന്നെയുണ്ട്. ഈ വധങ്ങളെപ്പറ്റി, അസാസിനേഷനുകളെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണത്, മേരി ഫെറൽ ഫൗണ്ടേഷൻ. അപ്പോൾ അതിൽ ജെഫേഴ്സൺ മോർലി എന്ന് പറഞ്ഞ ഒരാളാണ് അത് നയിക്കുന്നത്. അയാൾ CIA പറ്റി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ 11 നടന്ന അക്രമം ഉണ്ടല്ലോ, അതിൻ്റെ രേഖകളും പുറത്തു വിട്ടിട്ടില്ല. അതിൻ്റെ രേഖകൾ, അതിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കെന്നഡി രേഖകൾ പുറത്തുവിടുമ്പോൾ നമുക്ക് വ്യക്തമാകും എന്ന് പറഞ്ഞു. വേറെ എന്തോ കൂടി രണ്ടിൻ്റെയും പുറകില്ല എന്തോ മതപരമായ സംഭവം കൂടി ഉണ്ടെന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. 2017 ഇത് റിലീസ് ചെയ്യണം എന്ന് കെന്നഡി അസാസിനേഷൻ കളക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ഒരെണ്ണം 1992 പാസ്സാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച ആക്ട് തന്നെ, നിയമം തന്നെ ഉണ്ടാക്കി ഇത് പുറത്തുവിടാൻ. പക്ഷേ നടന്നില്ല. 2017 മുഴുവൻ പുറത്തുവിടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പട്ടാളത്തിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ, ചാര ഏജൻസിയെ സംബന്ധിക്കുന്നതാണെങ്കിൽ, പോലീസിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുഴപ്പത്തിലാക്കുന്നതാണെങ്കിൽ പുറത്തു വിടരുത് എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോർലി ഈ CIA പുസ്തകം ഒരുപാട് എഴുതിയിട്ടുള്ളതുകൊണ്ട് NBCയോട് ഇപ്പോൾ പറഞ്ഞു നാഷണൽ ആർക്കൈവ്സ് ഇത് പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഈ 1963 ലീ ഹാർവേ ഓസ്വാൾഡ് കെന്നഡിയെ കൊല്ലുന്നതിന് 1 കൊല്ലം മുമ്പേ CIAക്ക് ഓസ്വാൾഡ് ഇങ്ങനെ കൊല്ലാൻ നടക്കുകയാണെന്ന് അറിയാമായിരുന്നു. മെക്സിക്കോയിലെ സ്റ്റേഷൻ CIAയുടെ, ഇയാൾ മെക്സിക്കോയിൽ പോകുന്നുണ്ടായിരുന്നു, ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു CIA. അപ്പോൾ CIAയുടെ ഒരു പാളിച്ച ഇതിൽ അറിയാമായിരുന്നു, തടയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തടഞ്ഞില്ല. എന്തുകൊണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു CIAയുടെ ഏജന്റ് 1 കൊല്ലം മുമ്പ് 1962 ജൂണിൽ ഓസ്വാൾഡിൻ്റെ തപാലൊക്കെ, ഇയാൾക്ക് വരുന്ന കത്തുകൾ ഇയാൾ അയക്കുന്നതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് ഇതുവരെ പുറത്തു വിട്ടിരുന്നില്ല. അടുത്ത കാലത്ത് അയാളുടെ പേര് വന്നു, റൂബൻ എഫ്രോൺ ആണ് CIAയുടെ ഏജൻറ്റിൻ്റെ പേര്. ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഓസ്വാൾഡിൻ്റെ വിധവ
മറ്റേ റഷ്യക്കാരി മറീനയെ ഈ വാറൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ വച്ചിരുന്നു ഇത് അന്വേഷിക്കാൻ. വാറൻ കമ്മീഷനും ഓസ്വാൾഡ് മാത്രമാണെന്നുള്ള നിഗമനത്തിലാണ് എത്തിയത്. വാറൻ കമ്മീഷൻ ഈ മറീനയെ വിസ്തരിക്കുമ്പോൾ ഈ CIA ഏജൻ്റ് അവിടെ പ്രസൻ്റ് ആയിരുന്നു. അതെന്തിന് എന്നുള്ള സംശയവും ഉണ്ട്. എന്തുകൊണ്ട് അയാളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടില്ല? പഴയ ഒരു ചാരൻ, CIA ചാരൻ പോൾ ലാൻഡിസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. കെന്നഡി കൊല്ലപ്പെട്ട ആ വാഹനത്തിൽ നിന്ന് അന്ന് ഞാനൊരു അധിക ബുള്ളറ്റ് കണ്ടെടുത്തിരുന്നു. ഗാന്ധിയുടെ കഥ പറയുന്ന പോലെയാണ്. ഒരു ബുള്ളറ്റ് അധികം ഞാൻ കണ്ടെടുത്ത് കീശയിലിട്ടിരുന്നു എന്ന് അയാളുടെ ഓർമ്മക്കുറിപ്പുകളിൽ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന CIA-ക്കാരൊക്കെ ഇതിനോട് വിയോജിക്കുന്നുണ്ട്. പക്ഷെ ചെയ്തയാൾ പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെയുണ്ട്. ഇനി ഈ CIA FBI ജീവനക്കാരുടെ പേരുകൾ ഈ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിൽ പലതും ഉണ്ടെന്നാണ് പറയുന്നത്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരുണ്ടാകാം, പല രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും. കെന്നഡിയെ കൊല്ലാൻ ഇവരും കൂടി സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് CIA ന്യായം പറയുന്നത്, ഇത് പുറത്ത് വിടാതിരിക്കാൻ. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ? അത് പുറത്തു വിട്ടുകൊണ്ട് എന്ത് ആക്രമണം നടത്താനാണ്? ഇപ്പൊ സുനിൽ തന്നെ പറയുന്ന പോലെ ഈ കെന്നഡിയെ പറ്റിയൊക്കെ ഇപ്പൊ അത്രയും ആർക്കുണ്ട്? ഇത്രയും കൊല്ലം കഴിഞ്ഞില്ലേ, ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ ജാക്ക് റൂബിയെ പറ്റിയിട്ടുള്ള ഫയലും ഇല്ല. ഇനി ഇതിൻ്റെ പിന്നിൽ ബലമായ സംശയം ഒരു ഡ്രഗ് മാഫിയ ആണ് കെന്നഡി വധത്തിൻ്റെ പിന്നിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ന് അറ്റോർണി ആയിരുന്ന റോബർട്ട് കെന്നഡി ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഒരുപാട് നടപടികൾ എടുത്തിരുന്നു. അപ്പോൾ ഈ പ്രസിഡന്റിനെയും സഹോദരനെയും വെച്ചുകൊണ്ടിരുന്നാൽ അവരുടെ കച്ചവടം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രഗ് മാഫിയ ചെയ്തതാണോ, പ്രത്യേകിച്ച് ലാ കോസ നോസ്ട്ര എന്ന് പറഞ്ഞ ഡ്രഗ് കാർട്ടൽ ചെയ്തതാണോ, ആ കാർട്ടലിനെ സംബന്ധിച്ചിട്ടുള്ള 6000 രേഖകളും പുറത്തു വിടാതെ ഉണ്ട്. ഈ കാർട്ടലിനെ സംബന്ധിച്ചിട്ടുള്ള പുറത്തു വിട്ടില്ല. പിന്നെ JFK എന്ന് പറഞ്ഞൊരു സിനിമ ഒളിവർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ലിൻഡൻ B. ജോൺസൺ ആണ് ഈ കെന്നഡിയെ കൊന്നത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. 1964 കെന്നഡിയുടെ വിധവ ജാക്വലിൻ കെന്നഡി ഒരു വില്യം മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനെ വിളിച്ച് ഈ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ദ ഡെത്ത് ഓഫ് എ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം അയാൾ മാഞ്ചസ്റ്റർ ഇറക്കിയിരുന്നു. പക്ഷെ ഒരുപാട് മണിക്കൂറുകൾ ഇവർ സംസാരിച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഇവർ മദ്യപിച്ചിരുന്നു എന്ന് മാഞ്ചസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മനസ്സിങ്ങനെ ആക്കിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ടേപ്പ് രേഖകളുണ്ടല്ലോ റെക്കോർഡ് ചെയ്തത്, അത് 2067 പുറത്തു വിടാവൂ. 2067 പുറത്തു വിടാവൂന്ന് ജാക്വലിൻ കെന്നഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞത് അനുസരിക്കണം എന്നൊന്നുമില്ലല്ലോ. ട്രംപിന് അതും വേണമെങ്കിൽ പുറത്തു വിടാം. അതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് പറയുന്നു. അവർ ജാക്വലിൻ കെന്നഡി ലിൻഡൻ B. ജോൺസണ് ഈ വധത്തിനെ സംബന്ധിച്ചിട്ട് ധാരാളം കത്തുകൾ എഴുതിയിരുന്നു. ആ കത്തുകളും പുറത്തു വരാതെ ഉണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ അവിടെ ജനം നോക്കി നിൽക്കുന്നത്, ജാക്വലിൻ കെന്നഡി. ഏതായാലും ഒരു വലിയ ഇപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടാവില്ല, ആളുകൾക്ക് കൗതുകം. ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ കെന്നഡിയുടെ വധത്തിന് പിന്നിലെ രഹസ്യം ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് മാഫിയ സംഘം കൊന്നതാണെങ്കിൽ അതൊരു ലോകം കൗതുകത്തോടെ കേൾക്കുന്നൊരു വാർത്ത. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രഹസ്യങ്ങൾ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അമേരിക്കയാണെങ്കിൽ അത്തരം രഹസ്യങ്ങളുടെ ഒരു വലിയ ഖനിയാണ്. ആ ഖനിയിൽ മൈൻ ചെയ്യാൻ ട്രംപ് തുടങ്ങിയെങ്കിൽ നമുക്ക് കേൾക്കാനും വായിക്കാനും അറിയാനും സംസാരിക്കാനും പറ്റുന്ന കുറേ പുതിയ വിവരങ്ങൾ കിട്ടുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.